ഹാലലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ പാപം. റോമാലേഖനം 8-1 വായിക്കുന്ന വാക്യം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഇന്ന് ഒരു കഥ പറയാനാണ് ആഗ്രഹിക്കുന്നത്. പാപത്തെക്കുറിച്ച് പ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരനായ ടോൾസ്റ്റോയ് പറഞ്ഞ ഒരു സങ്കല്പ കഥയാണ് പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. ഒരിക്കൽ ഒരു വനത്തിൽ കൂടി വിശന്ന് അവശനായ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പം തന്നെ കടിച്ചു കീറുവാൻ ഓടി വരുന്ന ഒരു കരടി കാണുന്നു. യുവാവ് ഓടിയപ്പം കാട് പിടിച്ച് മുകൾ ഭാഗം മൂടിക്കിടന്ന് പൊട്ടക്കിണറ്റിലേക്ക് വീഴുന്നു. പക്ഷെ താഴേക്ക് പോയില്ല. കിണറിൻ്റെ മധ്യഭാഗത്തുള്ള വേരിൽ പിടി കിട്ടി തൂങ്ങിക്കിടക്കുകയാണ്. വേരിൻ്റെ ഇളക്കത്താൽ കിണറിൻ്റെ അടിഭാഗത്ത് വീണ മണ്ണ് ഉറങ്ങിക്കിടന്ന് താഴെ ഒരു മൂർഖൻ പാമ്പിനെ ഉണർത്തി. അത് പണം ഉയർത്തി നിൽക്കുന്നു. അപ്പം കിണറിൻ്റെ മുകളിൽ വായ് വിളർന്ന് നിൽക്കുന്ന കരടി നിൽക്കുന്നു. വേരിൻ്റെ രണ്ടറ്റവും അനങ്ങുന്നു. നോക്കിയപ്പം ഒരറ്റത്ത് ഒരു കറുത്ത എലി, മറ്റേ അറ്റത്ത് ഒരു വെളുത്ത എലി വേരിങ്ങനെ കാർന്ന് തിന്നുന്നു. കിണറിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും വീണപ്പം ആ ഭാഗത്തെ തേനീച്ചക്കൂട് പൊട്ടി. അപ്പോൾ തേൻ തുള്ളികൾ ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നു. അത് ഈ മനുഷ്യൻ്റെ വായി പൊളിച്ച് തൂങ്ങിക്കിടന്ന് കുടിക്കുന്നു. ടോൾസ്റ്റോയ് പറഞ്ഞ ഒരു സങ്കല്പ കഥയാണ് ഞാൻ ഈ പറഞ്ഞത്. രക്ഷിക്കപ്പെടാത്ത ഒരു പാപിയുടെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. രണ്ടറ്റത്ത് നിന്നും കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന കറുത്ത വെളുത്ത എലികൾ രാത്രിയും പകലും ആണ് കാണിക്കുന്നത്. ജീവിതത്തിൻ്റെ രാത്രിയും പകലും നിമിഷം കൊണ്ട് അവസാനിക്കും. വേര് പൊട്ടി വീഴുന്നു. മൂർഖൻ പാമ്പ് മൂർഖൻ്റെ വായിലോട്ട്. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് നിനക്ക് ലഭിക്കുന്ന പാപത്തിൻ്റെ നൈമിഷികമായ താൽക്കാലിക സുഖഭോഗങ്ങളെല്ലാം മേൽപ്പറഞ്ഞ തേൻ തുള്ളികൾക്ക് സമാനമാണ്. പക്ഷെ ചുറ്റിലും നരകമാണ്. മൂർഖൻ പാമ്പ്, കരടി, എലി ഇങ്ങനെ പോകുന്നു. താൽക്കാലിക സുഖങ്ങൾ. അതുകൊണ്ട് ഒടുവിൽ നരകമാണ് സമ്പാദ്യം. ആയതിനാൽ യേശു വിശ്വസിച്ച് ശിക്ഷാവിധി ഒഴിവാക്കുക. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല.